ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ചൈനയിലെ യാങ്സി നദിയിലെ ഭീമാകാരനായ ത്രീ ഗോർജസ് അണക്കെട്ടിനെക്കുറിച്ചാണ് 123 ഫാക്സിന്റെ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. വടക്കൻ ചൈനയിലെ ഇചാങ് ഹ്യൂബെ പ്രവിശ്യയിൽ യിലിംഗ് ജില്ലയിൽ യാങ്സി നദിക്ക് കുറുകെയാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മാവോ സേതുങ്ങിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. 1994 ഡിസംബർ 14 ആരംഭിച്ച നിർമ്മാണം പൂർത്തിയായത് 2008 ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പവർ സ്റ്റേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായത് 2012 നവംബർ 27 ഉൾനാടൻ ജലഗതാഗതം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, കുടിവെള്ള വിതരണം, വ്യവസായം, കൃഷി എന്നീ മേഖലകളിൽ വലിയ സംഭാവനയാണ് ഈ അണക്കെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3,700 കോടി US$ ഡാമിന്റെ നിർമ്മാണ ചെലവ്. 594 അടി ഉയരമുള്ള ഡാമിന്റെ നീളം 2,335 മീറ്ററും അടിഭാഗത്തെ വീതി 115 മീറ്ററുമാണ്. മുകൾ ഭാഗത്ത് 40 മീറ്റർ വീതിയുണ്ട്. സെക്കൻഡിൽ 41 ലക്ഷം ക്യൂബിക് അടിയാണ് സ്പിൽവേയുടെ ശേഷി. ജലസംഭരണ ശേഷി 39.3 ക്യൂബിക് കിലോമീറ്ററാണ്. 700 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ കഴിയുന്ന 32 ഫ്രാൻസിസ് ജനറേറ്ററുകളും 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 ചെറിയ ജനറേറ്ററുകളും പവർ സ്റ്റേഷനിലുണ്ട്. 27.2 മില്യൺ ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആണ് ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ 4,63,000 ടൺ ഇരുമ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ഇരുമ്പ് ഉപയോഗിച്ച 60 ഈഫിൾ ടവർ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ സവിശേഷത. എഞ്ചിനീയർമാരും ഇതുതന്നെയാണ് പറയുന്നത്. നിർമ്മാണത്തിനിടെ 102.6 മില്യൺ ക്യൂബിക് മീറ്റർ മണ്ണ് ഡാം സൈറ്റിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. ഒരു ചരിത്ര വിസ്മയമായാണ് ത്രീ ഗോർജസ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയാണ് ഈ ഗ്രാവിറ്റി ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഭീമൻ അണക്കെട്ടിന്റെ പ്രത്യേകത റിസർവോയറിൽ സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ ഭാരം ഭൂമിയുടെ ഭ്രമണവേഗതയിൽ കുറവുണ്ടാക്കുകയും ആ കാരണത്താൽ ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 574 അടി ഉയരത്തിലാണ് ഈ അണക്കെട്ടിൽ ജലം കെട്ടി നിർത്തിയിരിക്കുന്നത്. 22,500 മെഗാവാട്ട് വൈദ്യുതിയാണ് പവർ സ്റ്റേഷനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ഹൂവർ ഡാമിൽ നിന്നും ഉൽപ്പാദിക്കുന്ന വൈദ്യുതിയുടെ 11 മടങ്ങാണിത്. ഡാമിന്റെ റിസർവോയറിന്റെ ശരാശരി നീളം 660 കിലോമീറ്ററും വീതി 1.12 കിലോമീറ്ററുമാണ്. 1084 ചതുരശ്ര കിലോമീറ്റർ ഉപരിതല വിസ്തൃതിയുള്ള റിസർവോയറിന്റെ ജലസംഭരണ ശേഷി 39.3 ക്യൂബിക് കിലോമീറ്ററാണ്. ഇത് ഏകദേശം 4,200 കോടി മെട്രിക് ടൺ വരും. ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയധികം ജലം കെട്ടിനിർത്തുന്നത് ഭൂമിയുടെ ജഡത്വത്തെ സ്വാധീനിക്കും. അച്ചുതണ്ടിനെ ആധാരമാക്കി ഭൂമിയുടെ ധ്രുവങ്ങളുടെ സ്ഥാനം 2 സെന്റിമീറ്റർ മാറുന്നതിനും ഭൂമിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നേരിയ തോതിൽ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും. വേഗത്തിൽ കറങ്ങുന്ന ഒരു ഡാൻസർ വീഴാതിരിക്കാൻ കൈകൾ വിരിച്ചു പിടിക്കുന്നതിന് സമാനമാണിത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായ ഭൂമിയുടെ ഭ്രമണവേഗത കുറയും. ഭൂമിയുടെ ഭ്രമണവേഗത കുറയുമ്പോൾ ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കും. 0.06 മൈക്രോ സെക്കൻഡാണ് ഈ വർധനവ്. ഈ വർധനവ് അത്ര അധികമൊന്നുമില്ലെങ്കിലും കൃത്യമായി അളക്കാൻ കഴിയുന്നതാണ്. യാങ്സി നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം കുപ്രസിദ്ധമാണ്. ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലം വെള്ളത്തിനടിയിലാകുന്നത് സാധാരണമാണ്. നിരവധി ജീവനുകളും യാങ്സി അപഹരിച്ചിട്ടുണ്ട്. 1954 വെള്ളപ്പൊക്കത്തിൽ 1,93,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് വെള്ളത്തിനടിയിലായത്. 33,169 ആളുകൾ മരണമടയുകയും 1,88,84,000 ആളുകൾ പലായനം ചെയ്യുകയുമുണ്ടായി. 80 ലക്ഷം ജനസംഖ്യയുള്ള വുഹാൻ നഗരം 3 മാസം വെള്ളത്തിനടിയിലായിരുന്നു. റെയിൽ ഗതാഗതം 100 ദിവസം നിർത്തിവെച്ചു. 1998 വെള്ളപ്പൊക്കത്തിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമുണ്ടായി. 23 ലക്ഷം ആളുകളെ ബാധിച്ച ആ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടമായത് 1,526 ആളുകൾക്കാണ്. കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടം കണക്കുകൾക്കപ്പുറമാണ്. എന്നാൽ ത്രീ ഗോർജസ് യാഥാർത്ഥ്യമായതോടെ വുഹാൻ നഗരവും പരിസര പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് മുക്തമായി. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായ 2010 വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ത്രീ ഗോർജസിന് കഴിഞ്ഞു. യാങ്സി നദിയിലും അതിന്റെ പോഷക നദികളിലും കൂടിയുള്ള കപ്പൽ ഗതാഗതവും മറ്റ് ജലഗതാഗത സംവിധാനങ്ങളും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും ത്രീ ഗോർജസ് സഹായിക്കുന്നുണ്ട്.
കൃഷിക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിനും വരൾച്ച നിയന്ത്രിക്കുന്നതിനും കുടിവെള്ള വിതരണവും ഈ അണക്കെട്ട് കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന ബഹുമതിക്ക് പുറമെയാണ് ഇവയെല്ലാം. മറ്റേതൊരു ജലസംഭരണിയും എന്ന പോലെ ത്രീ ഗോർജസും നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പവർ സ്റ്റേഷനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, മെർക്കുറി, സൾഫർ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾ അന്തരീക്ഷ താപവർദ്ധനന് കാരണമാകുന്നുണ്ട്. യാങ്സി നദിയിലുണ്ടാക്കുന്ന വെള്ളപ്പൊക്കം വൻ ദുരന്തമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് അവശേഷിപ്പിക്കുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ ത്രീ ഗോർജസ് കാരണം നഷ്ടമായിരിക്കുകയാണ്. മണ്ണൊലിപ്പും ഭൂകമ്പ ഭീഷണിയും മറ്റേതൊരു അണക്കെട്ടിനെയും പോലെ ത്രീ ഗോർജസിനും ബാധകമാണ്. ഈ പ്രദേശത്ത് 1950 ഉണ്ടായിരുന്ന വനസമ്പത്തിന്റെ 10% മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ആവാസ വ്യവസ്ഥകളൊക്കെ താറുമാറായി കഴിഞ്ഞു. 6388 സസ്യ സ്പീഷീസുകൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയിൽ പലതും ചൈനീസ് മെഡിസിനിൽ ഉപയോഗിക്കുന്ന അപൂർവ ഇനം ഔഷധ സസ്യങ്ങളാണ്. ജലത്തിന്റെ താപനിലയിലുണ്ടാകുന്ന മാറ്റം കാരണം ശുദ്ധജല മത്സ്യങ്ങൾക്കും ഡാം ഭീഷണിയാണ്. പല ജീവികളും വംശനാശം സംഭവിക്കുകയോ വംശനാശ ഭീഷണിയുടെ നിഴലിലോ ആണ് ഇപ്പോഴുള്ളത്. മനുഷ്യരുടെ ഇടപെടലുകൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നമുക്ക് നൽകുന്നത്.